തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. കാറിൽ ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ്, എപ്പോൾ ഇനി സംഭവം ഉണ്ടായത്? വിവരങ്ങൾ. പ്രവിധ 15 മിനിറ്റ് മുമ്പാണ് സംഭവം. തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് സമീപമാണ് സംഭവം. ഓടിക്കൊണ്ടിരുന്ന കാറിനാണ് തീപിടിച്ചത്. BMW കാറിനാണ് തീപിടിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ മനസ്സിലാക്കുന്നത് സർവീസ് സെന്ററിൽ നിന്ന് വാഹനം പുറത്തേക്ക് ഇറക്കി ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു. വാഹനത്തിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ കാർ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അദ്ദേഹം ഇറങ്ങി ഓടുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ പോലീസും അതുപോലെ നാട്ടുകാരും ചേർന്നാണ് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചത്. പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ ഫലം കണ്ടില്ല. അതിനുശേഷം ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. കാർ പൂർണ്ണമായി കത്തി നശിച്ചു എന്നുള്ളതാണ് വിവരം. അല്പം മുമ്പാണ്, അതായത് 15 മിനിറ്റ് മുമ്പാണ് ഈ സംഭവം. ജീവഹാനി ഉണ്ടായിട്ടില്ല. അതിലുണ്ടായിരുന്ന ആൾ, അത് കാർ ഓടിച്ചിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രവിധ. അലക്സ്, അതേസമയം ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. ഉത്രാടപ്പാച്ചിലാണ്. ഉത്രാട ദിനമായതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നുണ്ടോ? അത് പ്രവിധ, അത് അന്വേഷണത്തിലൂടെ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഈ കാർ സർവീസ് സെന്ററിൽ, അതായത് സർവീസിന് ശേഷം ഇറക്കിക്കൊണ്ട് വരികയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ കാർ കത്തിയ ഇടത്ത് വലിയ തോതിൽ തിരക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരം. അത് മാത്രമല്ല, കൂടുതൽ അധികാരികളുടെ ശ്രദ്ധ കിട്ടുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു. ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ സമീപത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആപത്തൊഴിവായി എന്ന് പറയാം. സൂചിപ്പിച്ച ഒരു ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കുണ്ട്. അത് ബൈപ്പാസിലെങ്ങാനുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്നതിനടക്കം വലിയ തടസ്സം സൃഷ്ടിക്കുമായിരുന്നു. മനസ്സിലാക്കുന്നത് സർവീസ് റോഡിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വലിയ ആപത്ത് ഒഴിവായിട്ടുണ്ട്. പക്ഷേ കാർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇത് കത്തിയതെന്നുള്ളതൊക്കെ അന്വേഷണം ഈ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ ഈ കാറിന്റെ കമ്പനിയുടെയൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചത്. കാർ പൂർണ്ണമായും കത്തിനശിച്ചിരിക്കുകയാണ്. കാറിലുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് അപകടം ഒഴിവായി. ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അലക്സ് റാം മുഹമ്മദ് നൽകുന്ന വിവരം.